ഞാനുമായിട്ട് വേണ്ട, നിങ്ങൾ രാഷ്ട്രീയ കാര്യങ്ങൾ ഞാൻ ഇപ്പോൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്, ഞാൻ ഇറങ്ങുകയാണ്, നിങ്ങളൊരു കാര്യക്ക് ഇവിടെ ഇരുന്ന് ചായയൊക്കെ കഴിച്ചിട്ട് പോയാൽ അപ്പോൾ അല്ല ഞങ്ങൾ ഇറങ്ങുകയാണ്. നിന്ന സ്ഥലത്തുനിന്ന് വർത്താനം പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. തിരുവനന്തപുരത്ത് ആക്കുളത്തുള്ള മകൻ്റെ ഫ്ലാറ്റിലാണ്. ഇതൊന്നും എൻ്റെ അടുത്ത് ആരെല്ലാം വരുന്നുണ്ട്? കോൺഗ്രസിൻ്റെ ഉന്നതരായ നേതാക്കൾ വരുന്നുണ്ട്, BJPയുടെ നേതാക്കൾ വരുന്നില്ലേ? ഇവർ മാത്രമാണ്. ആരെല്ലാം വരുന്നു സംസാരിക്കും. ഞാൻ LDFൻ്റെ ഈ സംസ്ഥാനത്തിൻ്റെ പ്രധാനി എന്നുള്ള നിലയിൽ ഏതെല്ലാം പാർട്ടിക്കാർ വരുന്നുണ്ട്, ഏതെല്ലാം വിഭാഗത്തിൽപ്പെടുന്നു. വൈദികന്മാർ എന്നെ കാണാൻ വരുന്നുണ്ട്, പല മുസ്ലിയാർമാർ അവരെന്നെ കാണാൻ വരുന്നുണ്ട്. ഞാൻ ജനകീയ പ്രതിനിധി എന്നുള്ള നിലയിൽ, ഒരു ജനകീയനായിട്ടുള്ള LDF പ്രവർത്തകൻ എന്നുള്ള നിലയിൽ എൻ്റെ അടുത്ത് പല ആവശ്യങ്ങളുമായിട്ട് വരും, കാണൂ, സംസാരിക്കൂ. അതുകൊണ്ട് ആരോടെങ്കിലും സംസാരിക്കുന്നതിലൊന്നും ഞാൻ ഇന്ന് വരെ തടസ്സം ഉണ്ടാക്കിയിട്ടില്ല. പക്ഷേ ഇതങ്ങ് സംസാരിച്ചാൽ അങ്ങ് മാറിപ്പോകുന്നതല്ല എൻ്റെ രാഷ്ട്രീയം. അതാദ്യം മനസ്സിലാക്കണം. ഞാൻ ഈ മാധ്യമക്കാരോട് ഈ ഏതെങ്കിലും നിലവാരമില്ലാത്തവർ, ഞാൻ ഇന്നലെയും പറഞ്ഞൊരു കാര്യമാണ് വിളിച്ചു പറയുന്നത്, നിങ്ങൾ ദയവ് ചെയ്ത് അവസാനിപ്പിച്ചാൽ ഇതെല്ലാം തീരും. അവരുടെ പടം വരാൻ വേണ്ടി കാണിക്കുന്ന ജാഗ്രതയാണിത്. ഈ TV വന്നതോടുകൂടി ഇത്തരത്തിലുള്ള കുറേ ആളുകൾ, വമ്പന്മാർ രംഗപ്രവേശനം ചെയ്തിട്ടുണ്ട്. അവർക്ക് ഈ ചാനലിൽ കാണണം. അതിനെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കരുത്. തെറ്റായിട്ടുള്ള രാഷ്ട്രീയത്തെ തന്നെ മലീരസമാക്കുന്ന, വൃത്തികേടാക്കുന്ന, അതിൻ്റെ വ്യക്തിത്വത്തെ, രാഷ്ട്രീയത്തിൻ്റെ മാന്യതയെ കളങ്കപ്പെടുത്താൻ ഇത്തരത്തിലുള്ള ചില ശക്തികൾ പരിശ്രമിക്കും. അത് നിങ്ങൾ കൂടി ഇത് മനസ്സിലാക്കി പ്രവർത്തിക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. നന്ദകുമാർ എന്നെക്കുറിച്ച് എന്താ പറഞ്ഞത്? ഞാൻ കേസ് കൊടുക്കണ ഒരു വകുപ്പ് വേണ്ടേ? വെറുതെ പോയി കേസ് കൊടുക്കാൻ പറ്റും? ഇന്നലെ ഞാൻ ഈ ചാനലിൽ കണ്ടു, അത് ഏഷ്യാനെറ്റ് എന്നു, അതിൻ്റെ അവതാരകൻ ചോദിക്കുന്നുണ്ട്, ഞാൻ എന്തടിസ്ഥാനത്തിൽ അയാൾ കേസ് കൊടുക്കുക? എനിക്കെതിരായി എന്തൊക്കെ പറഞ്ഞാലല്ലേ ഞാൻ കേസ് കൊടുക്കുക? ഏത് രീതി? അയാൾ ഇതെല്ലാം ഞാൻ പറഞ്ഞത് അതെല്ലാം കഴിഞ്ഞുപോയ ഓരോ കാലഘട്ടത്തിൽ പ്രശ്നമല്ലേ? അതിനെല്ലാം ഞാൻ കേസ് കൊടുക്കണം. ഇപ്പോൾ ഒരു തൃക്കാക്കര തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഞങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ പലരും ഞങ്ങളോടൊപ്പം വന്നിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ DCC സെക്രട്ടറി വന്നിട്ടുണ്ട് എറണാകുളത്ത്, മുരളി. ഇപ്പോൾ അദ്ദേഹം ഞങ്ങളുടെ പാർട്ടിയോടൊപ്പമാണ്. അതുപോലെ പലരും അവിടെ നിന്ന് വന്നിട്ടുണ്ട്. അത് ഞങ്ങളുടെ നയത്തിൻ്റെ ഭാഗമായിട്ട് ജനങ്ങളുടെ പിന്തുണ ഉണ്ടായിട്ടുണ്ട്. ആ പിന്തുണ ഞങ്ങൾ ശക്തിപ്പെടുന്നുണ്ട്. അദ്ദേഹത്തോട് ഞാൻ തന്നെ ചോദിച്ചു, എന്താ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇതുവഴി പോകുന്ന അവസരത്തിൽ നിങ്ങളിവിടെ റോഡിൽ ഈ നാഷണൽ ഹൈവേൻ്റെ അടുത്ത് തന്നെ, അത് അവിടുന്ന് കയറിയുണ്ട്, അവിടെയാണ് ഫ്ലാറ്റ് മകൻ താമസിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ നിങ്ങളുടെ അപ്പോൾ ഒന്ന് കണ്ട് പരിചയപ്പെടാം. അതിനു മുമ്പ് ഞാൻ അദ്ദേഹമായി കണ്ടിട്ടുമില്ല, പരിചയപ്പെട്ടില്ല. അതുകൊണ്ട് കണ്ട് പരിചയപ്പെടാം, അതിനു വേണ്ടിയാണ് വന്നത്. ഇത്രയും കാര്യമാണ് അദ്ദേഹം എന്നോട് സംസാരിച്ചത്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്ക് ഒരു മീറ്റിംഗ് ഉണ്ട്, ഞാനതുകൊണ്ട് ഞാൻ ഇറങ്ങുകയാണ്. കാരണം അതുകൊണ്ട് ഞാൻ ഇറങ്ങുകയാണ്, നിങ്ങളിവിടെ ഇരിക്കൂ. ഞാൻ മകനോട് നിങ്ങളൊരു ചായ കൊടുക്കും അദ്ദേഹത്തിൻ്റെ. പക്ഷെ പറഞ്ഞൊന്നും വേണ്ട, ഞങ്ങൾ ഇറങ്ങുകയാണ്. ഞാൻ ഇറങ്ങുമ്പോൾ തന്നെ അദ്ദേഹം ഇറങ്ങി. ഒരു ഞാൻ പറഞ്ഞു, രാഷ്ട്രീയ കാര്യങ്ങളൊന്നും സംസാരിക്കാൻ ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നില്ലല്ലോ എന്നും പറഞ്ഞു. വേറൊരു വർത്താനമില്ല. എന്നെ കാണാൻ വരുന്നവരെല്ലാം പാർട്ടിനെ ആരെല്ലാം വരുന്നുണ്ട്. ഇതെല്ലാം പാർട്ടീനെ ഇന്ന ആളുകൾ കാണാമെന്നൊന്നും പറയാൻ പറ്റില്ല. ഇത് അദ്ദേഹം ഒരു BJPയുടെ ഒരു ദേശീയ നേതാവാണ്. അദ്ദേഹം എന്നെ കാണണം, പരിചയപ്പെടണമെന്ന് ആഗ്രഹിച്ചു. ഞാൻ അദ്ദേഹം പോകുന്ന വഴിയിൽ റോഡിലെ ഒരു ഫ്ലാറ്റിൽ, എൻ്റെ മകൻ്റെ ഫ്ലാറ്റിലുണ്ടെന്ന് പറഞ്ഞു, അവിടെ വന്നു. അദ്ദേഹം പറഞ്ഞാലൊക്കെ ഞാനങ്ങ് മാറും. എന്താ ഈ ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞാൽ ഞാൻ അനങ്ങുന്ന ധരിച്ചേ? അത് സുധാകരനെ നോക്കിക്കൊള്ളൂ, അതിനുള്ള ആളല്ല ജയരാജൻ. ഞാൻ ഇപ്പോഴും ധരിക്കുന്ന അങ്ങനെ പ്രത്യേക ലക്ഷ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം ഞാൻ പറഞ്ഞു, എന്താ വന്നതല്ല, ഞങ്ങളിവിടെ നിങ്ങളിവിടെ ഉണ്ടെന്ന് അറിഞ്ഞു വന്നതാണ്. അതേപോലെ രാഷ്ട്രീയ കാര്യത്തിൽ അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനത് രാഷ്ട്രീയ കാര്യങ്ങളൊന്നും ഇപ്പോൾ സംസാരിക്കാൻ സമയമില്ല, ഞാൻ പോകുകയാണ്, എനിക്കൊരു മീറ്റിംഗ് ഉണ്ടെന്ന്. വളരെ താങ്ക്സ് പറഞ്ഞു. എന്നോട് പറഞ്ഞു കാണാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷം എന്ന് പറഞ്ഞ് പിരിഞ്ഞു. എന്നോടൊപ്പം തന്നെ ഇറങ്ങിയ അദ്ദേഹം. ഞാൻ പറഞ്ഞു രാഷ്ട്രീയ ബോധ്യമാണല്ലോ പല കാര്യങ്ങളിലും. അല്ല, ഞാൻ അദ്ദേഹം പറഞ്ഞതിൽ വിശ്വസിക്കുകയാണ്. അതുവഴി പോകുമ്പോൾ എന്നെ പരിചയപ്പെടാനും ഞാനൊരു പരിചയപ്പെടാൻ ഒരാൾ വന്നാൽ ഞാനതിന് അത് വിശ്വസിക്കേണ്ട കാര്യം? എന്നോട് പറഞ്ഞ കാര്യങ്ങളെ എനിക്കുള്ളൂ, എനിക്കതേ പറയേണ്ട കാര്യമുള്ളൂ. പറയാത്ത കാര്യങ്ങളൊന്നും പറയേണ്ട കാര്യം എനിക്കില്ല.
തൃശ്ശൂരിലെ ഒരു വിട്ടുവീഴ്ച ചെയ്യണമെന്നും നാവികൻ കേസ് എന്നോട് അങ്ങനെയുള്ള ഒരു കാര്യവും അദ്ദേഹം സംസാരിച്ചിട്ടില്ല. ഈ പറയുന്ന പലരും അവർക്കവർക്ക് വേണ്ടി എന്തെല്ലോ പറയുകയാണ്. എന്നോട് അങ്ങനെ ഒരു കാര്യം രാഷ്ട്രീയ കാര്യങ്ങൾ എങ്ങനെ അതല്ല നമുക്ക് പിന്നെ ഇത് ഞാൻ മാത്രം ചർച്ച ചെയ്യേണ്ട രാഷ്ട്രീയ കാര്യങ്ങൾ എന്താണെന്നാണ് അദ്ദേഹത്തിന് അറിയേണ്ടത്. ഞാൻ പറഞ്ഞത് ഇപ്പോൾ എനിക്ക് സമയം ഞാൻ പോവുകയാണ്. അദ്ദേഹത്തിന് ഇപ്പോൾ ഈ നന്ദകുമാറുണ്ട്, രണ്ടുപേരുണ്ട്. ഒന്നുമില്ല, നന്ദകുമാറാണ് ഇദ്ദേഹത്തെയും കൂട്ടി വരുന്നത്. എനിക്കറിഞ്ഞുകൂടാ. ഞാൻ ഇത് കണ്ടപ്പോൾ തന്നെ അത്ഭുതപ്പെടുകയാണ്. അപ്പോൾ ഞാൻ ഇവരോട് പറഞ്ഞത് ഞാൻ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞു. അദ്ദേഹം എന്നോടൊപ്പം നിലനിൽക്കും. നന്ദകുമാറെ പറഞ്ഞതുപോലെ തന്നെ ഈ കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ, ഈ തൃശ്ശൂരത്തെ കാര്യം പറയുന്നു, വിട്ടുവീഴ്ച. എന്നോട് അദ്ദേഹം ഒരു കാര്യവും സംസാരിച്ചിട്ടില്ല. പിന്നെ എനിക്ക് ഹിന്ദി സംസാരം എനിക്ക് അത്ര പ്രിയമുള്ളത് എനിക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്നുമില്ല. അങ്ങനെ അധികം സംസാരിച്ചിട്ടുമില്ല. എനിക്കങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം വേണ്ടേ? അല്ല, അത് പറയുന്നവർ പരിശോധിക്കാന്നില്ല. എൻ്റെ അടുത്ത് ആകെ അദ്ദേഹം വന്നു, കണ്ടു, പരിചയപ്പെട്ട് എന്താ വന്നതെന്ന് ചോദിച്ചപ്പോൾ ഇതുവഴി പോകുമ്പോൾ നിങ്ങളെ കണ്ടത് പരിചയപ്പെടാൻ വന്നതാണ്. എങ്ങനെയുണ്ട് രാഷ്ട്രീയം? ഞാൻ പറഞ്ഞു രാഷ്ട്രീയമൊക്കെ പിന്നെ നമുക്ക് ചർച്ച ചെയ്യാം. തീർന്നു. ജാവേദ്കറാണ്. അല്ല, എനിക്കത് ഞാൻ എൻ്റെ കാര്യമില്ലേ എനിക്ക് പറയാൻ പറ്റൂ. ജാവേദ്കറുടെ കാര്യം പറയാൻ ഞാൻ ആരാ? ഞാൻ എൻ്റെ കാര്യം പറയുന്നു. എനിക്ക് പിന്നെ ഒരു കള്ളത്തരം പറയേണ്ട ഒരു കാര്യമില്ല. ഞാനുള്ള കാര്യം സത്യസന്ധമായിട്ട് അങ്ങ് പറയും, തുറന്ന് പറയും. പിന്നെ അവസരവാദികളും സ്വന്തം താല്പര്യക്കാരും കുറേ ആളുകൾ ഇങ്ങനെ നടക്കുന്നുണ്ട്. അവരുടെ കാര്യം അവർ നോക്കിക്കൊള്ളുക, നിങ്ങൾ നോക്കിക്കൊള്ളുക. ശരി, വലിയ തരത്തിലുള്ള ഒരു ഇടതുപക്ഷ അനുകൂലമായ തരംഗമാണ് കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും ഇപ്പോൾ പോളിംഗ് ബൂത്തുകളിൽ കാണാൻ കഴിയുന്നു. ഇടതുപക്ഷം ചരിത്ര വിജയം നേടും.